എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു നാടൻ കൂന്തൽ റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജീരകവും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ 2 സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 1/2 കിലോ കൂന്തൽ ഉണ്ടാവും. വൃത്തിയാക്കുന്നതിന് മുമ്പാണ്. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കാം. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂന്തളൊക്കെ കിട്ടിയാൽ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.